ഹലോ ഗൈസ്, വെള്ളപ്പൊക്കത്തിൻ്റെ നമ്മുടെ വീടിൻ്റെ അവസ്ഥയാണ്. നമ്മുടെ വീട് മാത്രമല്ല, ഇവിടെ അടുത്തുള്ള വീടുകളിലും ഇതിലും കൂടുതൽ വെള്ളവും ദുരിതവും അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട്. എന്നാലും അയ്മനം ഭാഗത്ത് വേണ്ട ഈ പ്രാവശ്യം ആണ് ഇതുപോലെ വെള്ളം കയറിയത്. 2018 ശേഷമാണ് ഇത്രയും വെള്ളം ഇതുപോലെ റോഡിലും എല്ലാം കയറി കണ്ടത്. വീടിനകത്തേക്ക് ഈ പ്രാവശ്യം വെള്ളം കയറി. അതിൽ കിളികളുള്ളതാണ് കേട്ടോ. നമ്മൾ വാങ്ങിച്ച് കിട്ടുമൊന്നുമല്ല, നമുക്ക് ഇവിടുന്ന് കിട്ടിയ കൂട് ഞാൻ അതവിടെ സെറ്റ് ചെയ്തപ്പം കിളികൾ വന്ന് അതിനകത്ത് കൂട് കൊടുക്കുന്നുണ്ട്. അവർ സുരക്ഷിതരായിട്ട് അതിനകത്തുണ്ട്. നമ്മുടെ വീടിന് അകത്ത് ഉണ്ടോ സാധനങ്ങളെല്ലാം പൊക്കിയെല്ലാം വെച്ചേക്കുക. ഇന്നലത്തെക്കാട്ടിലും ഇന്നിപ്പം വെള്ളം കൂടുതലാണ്. ഇതിൻ്റെ ക്ലീനിങ് ആണ് ഏറ്റവും വലിയ പണിയെന്ന് വരുന്നത്. ഇപ്രാവശ്യം ചെയ്ത ഈ ഒരു സ്റ്റിക്കർ, അതിൻ്റെ മുകളിൽ വരെ അവിടെ വെള്ളം വന്ന്, ഇനിയിപ്പം അതൊക്കെ എങ്ങനെയാകുമെന്ന് അറിയില്ല. ഫുൾ ഇപ്പം നമുക്ക് മേളിൽ ഒരു അപ്സ്റ്റെയർ ഒരെണ്ണം കൂടി ഉള്ളതുകൊണ്ട് നമുക്കിപ്പം അവിടെ ക്യാമ്പിലൊന്നും പോകാതെ നമുക്ക് അവിടെ സുരക്ഷിതമായിട്ട് അവിടെ ഇരിക്കും. ഫ്രിഡ്ജൊക്കെ ഉണ്ടോ, കിച്ചൺ. മുറി കട്ടിലുകളെല്ലാം പൊക്കി വെച്ച്, സോഫയും അലമാരിയും കാര്യങ്ങളെല്ലാം പൊക്കി എല്ലാം കട്ടപ്പുറത്ത് വെച്ചേക്കുവാണ്. ഇനി ഇതിനും ഇന്നലെ വൈകിട്ട് വീണ്ടും കൂടെ വെള്ളം കൂടിയിട്ടുണ്ട്. ഇനിയും കൂടുകയാണെങ്കിൽ ഇത് ഒരു കട്ടയ്ക്കും കൂടി ഇനിയും പൊക്കി വെക്കുന്നത് പോസിബിളല്ല. അത്രയും കൂടി ഹൈറ്റ് പൊങ്ങുക എന്ന് പറയുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ കൂടിയാൽ ശരിക്ക് പണി കിട്ടും. ഇനി നമ്മുടെ ഗോഡൗണൊക്കെ ഒന്ന് കാണിക്കാതെ. ഇതുണ്ട്, എഞ്ചിനൊക്കെ വെള്ളത്തിൽ മുങ്ങി കിടക്കുക. ഇവിടെ ഇന്ന് മുറ്റത്ത് ഇത്രയും വെള്ളമുണ്ട്. ഇതിനെല്ലാം വെള്ളത്തിൽ മുങ്ങി. ഇതുണ്ടോ, പാത്രങ്ങളെല്ലാം കയറ്റി എല്ലാം പൊക്കി വെച്ചേക്കുക. ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഇത് ഇങ്ങോട്ട് കസേരയൊക്കെ പിന്നെ കുറച്ചിവിടെ, അതും വെള്ളത്തിൽ ഇതിനകം എല്ലാ സാധനം കണ്ടു. എല്ലാം മേളിൽ, അത്യാവശ്യം എല്ലാം മേളിൽ കയറ്റി അങ്ങനെ എല്ലാം സെറ്റ് വെച്ചേക്കുക. ഇതൊക്കെ പിന്നെ അവിടെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് വലിയ വിഷയമില്ല. ബാക്കി സോഫ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം അതെപ്പോഴും വെള്ളത്തിലാണ്. പിന്നെ നമ്മുടെ ഹാച്ചിയും സ്നൂപ്പിയും. അല്ലേ ഹാച്ചി, ഡാഡി എല്ലാം വേണോ? സ്നൂപ്പി എവിടെയുണ്ട്? സ്നൂപ്പി എവിടെയുണ്ട്? ഹാച്ചിലാണ്. ഹാച്ചി. ബാക്കി ഇങ്ങോട്ട് അത്രയ്ക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ഇതുണ്ടോ, അവിടെ ഒരു ഓവുണ്ട്. ആ ഓവ് വഴി വെള്ളം ഇങ്ങോട്ട് കയറുന്നുണ്ട്. ഇവിടെ പിന്നെ നമ്മുടെ വീട്ടിൽ വെള്ളം കയറാത്ത സ്ഥലമുണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. അതിന് വലിയൊരു ആശ്വാസം. അതിലോട്ട് കാണിക്കാവേ. ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് നല്ല ഒഴുക്കാണ്. ഇതാണ് വീടിന് ചുറ്റും നല്ല അടിപൊളി വെള്ളം. 2018 ശേഷം ഇപ്പോഴാണ് ഇത്രയ്ക്കും വെള്ളം വരുന്നത്. നമ്മുടെ ഇവിടെ വീടിനകത്തും ഇപ്രാവശ്യം കയറി. 2018 കയറിയിലും ഒരു കുറച്ചുകൂടെ കൂടുതലുണ്ട് ഈ പ്രാവശ്യം ഇവിടെ വെള്ളം കയറിയത്. പിന്നെ
വഴിയിലോട്ടൊന്നും കയറിയിട്ടില്ലായിരുന്നു. ഈ പ്രാവശ്യമാണ് വഴിയിലോട്ടെല്ലാം നന്നായിട്ട് വെള്ളം കയറിയത്. അല്ലോ, ഇതുപോലെ വെള്ളപ്പൊക്കം, വെള്ളം കയറുന്ന ഈ ഒരു ഭീഷണി അനുഭവിക്കുന്ന ഇപ്പം ഒട്ടുമിക്ക ആൾക്കാരും കാണും. 2018 ശേഷം ഇതുപോലെ വെള്ളം കയറുന്നതും എല്ലാം. ഇതിലും ദുരിതം അനുഭവിക്കുന്ന മറ്റാൾക്കാരും ഉണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും സേഫായിട്ടിരിക്കാം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ സുരക്ഷിതരായിട്ട് ഇരുത്താം. കിച്ചണും കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണിയാൽ. മേളിൽ അതിൻ്റെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിലൊരു ആശ്വാസമുണ്ട്. അപ്പോൾ അതുകൂടെ കാണാം. ഓക്കെ, മേലോട്ട് പോകാം. അങ്ങനെ ഇവിടെ ചെരുപ്പ് ഊരിടും. ഇവിടെ ചെരുപ്പ് ഊരിട്ട് സ്റ്റെപ്പ് വാങ്ങിടും. ഇവിടെ കിച്ചൺ. അടുക്കള രാവിലത്തെ കുക്കിംഗ് നടക്കുക. ഇങ്ങനെ മേളിൽ മുറിയുള്ളതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ വലിയൊരു ആശ്വാസം. അണ്ണാ മേളിൽ നിന്നുള്ളൊരു വ്യൂ കാണിക്കാം. അത് കണ്ടോ, ഇത് കണ്ടോ. ഇത് അമ്മ അത് താറാവാണോ? അല്ലല്ലോ, അത് എരണ്ടയല്ലേ? എരണ്ട. അതെ, ആ താറാവല്ല, അത് എരണ്ട. ഇതിൻ്റെ കുഞ്ഞുങ്ങളല്ല ചെറുതായിട്ട്. അയ്യോ, മഴ വരുന്നുണ്ട്. അയ്യടാ മനമ, വീണ്ടും മഴ. ഇത് കണ്ടോ, വീണ്ടും നല്ല അടിപൊളി മഴ വരാൻ പോകുന്നു. ആണോ? ആ, അത് ആ കാണുന്നത് കണ്ടമാണ്. അത് അവിടെ എല്ലാം നിറഞ്ഞ് ഈ ഒരു പറമ്പ് നിറയെ വെള്ളം കയറി. ഇവിടെ ഇപ്പം മുട്ടിന് മേളിൽ കാണും വെള്ളം, ഇല്ലേ? അതുകൊണ്ട് അവിടെയൊക്കെ ഇന്നലെ മുട്ടറ്റം വരെ ഉണ്ടായിരുന്നു. ഇന്നലെ അവിടെയൊക്കെ വെള്ളം. നീ എന്നെ ഇവിടെ നോക്കണം, കഴിച്ചിടാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ചെറിയൊരു സെറ്റപ്പ് വാങ്ങില്ല അല്ലേ? ഇതിൻ്റെ അകത്തോട്ട് കയറാം. അപ്പം വെള്ളം പൊങ്ങിയ നമുക്ക് മേളിലത്തെ നിലയിലോട്ട് പോയി ഇങ്ങനെ ഒരു ചെറിയൊരു ഇതുള്ളതുകൊണ്ട് ഇവിടെ കഴുകാനും ഇതൊക്കെ സൗകര്യം അങ്ങനെയുള്ളതുകൊണ്ട് ആ ഒരു ആശ്വാസമുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ സേഫാണ്. പക്ഷെ താഴെ ഇനി വലിയൊരു ബുദ്ധിമുട്ടാണ്. വെള്ളം പൊങ്ങിയോണ്ട് നമുക്ക് ഇങ്ങനെ മേളിലോട്ട് നിൽക്കാനും ഇവിടെ അതിനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് അതൊരു ആശ്വാസമാണ്. പക്ഷെ എന്നാലും താഴെ ഇനി ക്ലീനിങ് കാര്യങ്ങളൊക്കെ വലിയൊരു ടാസ്ക്കാണ്. അത് ഭയങ്കരം പാട് പിടിച്ച ഒരു പരിപാടിയാണ്. ക്ലീൻ ചെയ്തെല്ലാം പഴയപടിയൊക്കെ ആക്കിയെടുക്കുക. ആ വെള്ളത്തിൻ്റെ ലെവല് വെള്ളം ഇനിയിപ്പം ഇന്ന് വെള്ളം ഇറങ്ങുമെന്നൊന്നും തോന്നുന്നില്ല. ഇന്ന് നാളെയും 2 ദിവസം എന്താണെങ്കിലും ഇങ്ങനെ കിടക്കും. ഇതിപ്പം 2ാമത്തെ ദിവസം. അപ്പം നാളെ ഇനി ഇറക്കിയിട്ട രക്ഷപ്പെട്ട്. വീണ്ടും ഇതുപോലെ മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വീണ്ടും വെള്ളം കൂടും. അപ്പം എന്താണെങ്കിലും അനുഭവിച്ചേ പറ്റുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ, ടാറ്റ.